തൃശൂരിൽ തൃപ്രയാർ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് പിൻവലിച്ചു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് പിൻവലിച്ചത്. എടത്തുരുത്തി ഏറാക്കലിൽ വീണ്ടും പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ഏങ്ങണ്ടിയൂർ മുതൽ എസ് എൻ പുരം വരെയുള്ള പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണ ശൃംഖലയിലെ 700 mm പ്രിമോ പൈപ്പ് ലൈനാണ് പൊട്ടിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് നിശബ്ദ പ്രചരണം. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. സംസ്ഥാനത്ത് റേഷൻ കട ഉടമകൾ ഇന്ന് കടകളടച്ച് പ്രതിഷേധിക്കുന്നു. സർക്കാർ കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ഒരു വിഭാഗം സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിയ പണിമുടക്ക് പിൻവലിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനുമായി കളക്ടറേറ്റിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ബസ് ഉടമ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, പോലീസ്, RTO ഉദ്യോഗസ്ഥർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ശക്തൻ സ്റ്റാൻഡിലെ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ ഉച്ച മുതൽ തൃശൂർ, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ, മാള, ഇരിങ്ങാലക്കുട, കാട്ടൂർ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത്. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം 2ാം ദിവസമായതോടെ മേഖലയിൽ യാത്രാ ദുരിതം രൂക്ഷം. മാസങ്ങളേറെയായി തുടരുന്ന സംസ്ഥാന പാതയുടെ പുനർനിർമ്മാണം കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ യാത്രക്കാർക്ക് സമ്മാനിക്കുന്ന കഷ്ടപ്പാട് ചെറുതല്ല. ഇതിനിടയിലാണ് ഇരുട്ടടി പോലെ സ്വകാര്യ ബസ് സമരം. സ്വകാര്യ ബസ് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ KSRTC ബസ്സുകൾ സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും യാത്രക്കാർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ സമയക്രമം പാലിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. എടത്തുരുത്തി ഏറാക്കലിൽ വീണ്ടും പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ഏങ്ങണ്ടിയൂർ മുതൽ എസ് എൻ പുരം വരെയുള്ള പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണ ശൃംഖലയിലെ 700 mm പ്രിമോ പൈപ്പ് ലൈനാണ് പൊട്ടിയത്. മറ്റൊരിടത്ത് ചോർച്ചയുണ്ടാകുന്നതിനായി ഇന്നലെ പമ്പിംഗ് നിർത്തിവെച്ച് പണി പൂർത്തിയാക്കിയ ശേഷം രാത്രി 10 മണിയോടെ പുനരാരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പൈപ്പ് പൊട്ടിയത്. വൻതോതിൽ വെള്ളം ചോരുന്നതിനാൽ പമ്പിംഗ് വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. അടിക്കടി പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം മുടങ്ങുന്നത് മൂലം തീരദേശത്തെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഏറാക്കൽ റോഡിലാണ് നിരന്തരം പൈപ്പ് പൊട്ടുന്നത്. ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണം. നാളെയാണ് വോട്ടെടുപ്പ്. UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ, LDF സ്വതന്ത്രൻ ഡോക്ടർ P. സരീൻ, NDAയുടെ C. കൃഷ്ണകുമാർ എന്നിവരുൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. പാലക്കാട്ടെ 1,94,706 വോട്ടർമാരാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ഇതിൽ 1,290,000 പേർ സ്ത്രീ വോട്ടർമാരാണ്. ആകെ വോട്ടർമാരിൽ 2,306 പേർ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും 2,445 പേർ 18-19 വയസ്സുകാരും 780 പേർ ഭിന്നശേഷിക്കാരും 4 പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകൾ അടച്ച് പ്രതിഷേധിച്ചു. ഓണം ഓണറേറിയം, വേതന കുടിശ്ശിക, കിറ്റ്, കമ്മീഷൻ എന്നിവയിലെ കുടിശ്ശിക ഉടൻ ലഭ്യമാക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ കടകളടച്ച് സമരം ചെയ്തത്. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം റേഷൻ കടകളടച്ച് പ്രതിഷേധിച്ചത്. ജില്ലയിലെ റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. താലൂക്ക് തല പ്രതിഷേധ ധർണ P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി താലൂക്ക് കൺവീനർ MG രാമാനുജൻ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ ഫ്രാൻസിസ് ചെമ്മണ്ണൂർ, വൈസ് ചെയർമാൻ അലക്സ് M. ജോർജ്, കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU താലൂക്ക് സെക്രട്ടറി CR ദേവസി, വിവിധ സംഘടനാ ഭാരവാഹികളായ KD രാജൻ, CR ഫ്രാൻസിസ്, നാരായണൻകുട്ടി, ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. റേഷൻ ഡീലേഴ്സ് താലൂക്ക് പ്രസിഡന്റ് P. K. സത്യൻ ഉദ്ഘാടനം ചെയ്തു. KD വീരമണി, VB പ്രേമദാസ്, മധുസൂദനൻ, ഉമ്മർ മുക്കണ്ടത്ത്, KS ജോസ്, CV രാജീവ് എന്നിവർ സംസാരിച്ചു.
നാടിനെ വിറപ്പിക്കുന്ന കുറുവ മോഷണ സംഘത്തിന്റെ സാന്നിധ്യം സമീപ ജില്ലകളിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കി. കഴിഞ്ഞ വർഷം കുറുവ സംഘം തുടർച്ചയായി കവർച്ച നടത്തുകയും പിന്നീട് പിടിയിലാവുകയും ചെയ്ത കൊടുങ്ങല്ലൂർ മതിലകം മേഖല കേന്ദ്രീകരിച്ചാണ് പോലീസ് നിരീക്ഷണം നടത്തുന്നത്. മോഷണ പരമ്പരകൾക്കൊടുവിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരാണ് പിടിയിലായത്. പോലീസ് തുടരന്വേഷണം നടത്തിയെങ്കിലും അതിനകം കവർച്ചാ സംഘത്തിലെ മറ്റുള്ളവർ ഒളിവിൽ പോയിരുന്നു. അടുത്തിടെ മധ്യകേരളത്തിൽ കുറുവ സംഘം തമ്പടിച്ചതായി വ്യക്തമായ സാഹചര്യത്തിൽ തീരപ്രദേശത്തും ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. പച്ചമരുന്ന് കച്ചവടം, ആക്രി പെറുക്കൽ, ഭിക്ഷാടനം തുടങ്ങിയവയുടെ മറവിലാണ് കുറുവ സംഘം തമ്പടിക്കാറുള്ളത്. കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാതെ തൊഴിൽ ചെയ്ത് കഴിയുന്ന ഇതര സംസ്ഥാന സംഘങ്ങളിൽ നുഴഞ്ഞുകയറിയും കവർച്ചക്കാർ ഒളിച്ചു കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ കണ്ടെത്തുക ശ്രമകരമാണ്. പുതിയ സാഹചര്യത്തിൽ പോലീസ് രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി നിരീക്ഷണം കർശനമാക്കിയിരിക്കുകയാണ്. എരുമപ്പെട്ടി മുട്ടിക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു. അതേസമയം നിലവിലെ പദ്ധതി അനുസരിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചാൽ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്നാണ് കിഫ്ബിയുടെ കണ്ടെത്തൽ. വടക്കാഞ്ചേരി കേച്ചേരിപ്പുഴ സംരക്ഷണത്തിനായി 2019 പദ്ധതി തയ്യാറാക്കിയത്. ഇതിന്റെ ഭാഗമായാണ് മുട്ടിക്കൽ ചെറിയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. നിലവിലെ പാലം കാലപ്പഴക്കത്താൽ കൈവരികളും കോൺക്രീറ്റ് തൂണുകളും സ്ലാബുകളും തകർന്ന് അപകടാവസ്ഥയിലാണ്. പാലത്തിന്റെ വീതിക്കുറവും പാലത്തിനോട് ചേർന്നുള്ള കുഴിയും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ആറ്റത്ര, കോട്ടപ്പുറം, കുമ്പളങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് സംസ്ഥാന പാതയിലേക്ക് എളുപ്പമെത്താനുള്ള മാർഗമാണ് മുട്ടിക്കൽ പാലം. അപകടാവസ്ഥയിലുള്ള ഈ പാലത്തിലൂടെ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട്. കിഫ്ബിയുടെ 25 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് വടക്കാഞ്ചേരി കേച്ചേരിപ്പുഴ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. 17 ലക്ഷം രൂപയാണ് മുട്ടിക്കൽച്ചിറ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് വകയിരുത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയായ എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കൽ, ആറ്റത്തറ പാടശേഖരങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം തടഞ്ഞ് നിർത്തുകയെന്നതാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അതിവർഷമുണ്ടാകുമ്പോൾ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടാകുമെന്നാണ് കിഫ്ബിയുടെ കണ്ടെത്തൽ. പദ്ധതിയിൽ മാറ്റം വരുത്തി ചീർപ്പ് തടയണ ഉണ്ടാക്കുവാനാണ് ആലോചന നടക്കുന്നത്. എന്നാൽ ഇത് വേണ്ടത്ര ഗുണം ലഭിക്കില്ല എന്നതാണ് കർഷകർ അഭിപ്രായപ്പെടുന്നത്. പദ്ധതി നടപ്പിലാക്കാൻ കാലതാമസമെടുക്കുന്നത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. TC വിനോസ്, എരുമപ്പെട്ടി. വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് തൃശൂരിൽ നടന്നു. കമ്മീഷൻ ചെയർപേഴ്സൺ P. സതീദേവിയുടെ അധ്യക്ഷതയിൽ ടൗൺഹാളിലാണ് മെഗാ അദാലത്ത് സംഘടിപ്പിച്ചത്. ആകെ 71 പരാതികളാണ് പരിഗണിച്ചത്. ഇതിൽ 25 പരാതികൾ പരിഹരിച്ചു. 4 പരാതികളിൽ റിപ്പോർട്ട് തേടിയപ്പോൾ ബാക്കിയുള്ളവ പരിഗണിക്കുന്നത് അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. പുതിയ പരാതികളും സ്വീകരിച്ചു. കമ്മീഷൻ അംഗം ഇന്ദിര രവീന്ദ്രൻ, അഭിഭാഷകർ അടക്കമുള്ളവരാണ് പരാതികൾ നേരിട്ട് കേട്ടത്. കുന്നംകുളം പാറയമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോയിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് ബസ്സിൽ 20ഓളം അയ്യപ്പ ഭക്തർ ഉണ്ടായിരുന്നു. അപകട വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ സമൂഹമാധ്യമത്തിൽ ലൈംഗിക പരാമർശം നടത്തിയയാൾ റിമാൻഡിൽ. ഇടുക്കി ശാന്തൻപാറ, വട്ടപ്പാറ, പോട്ടയിൽ ജോയ് ജോർജിനെയാണ് PG പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് താഴെ ഇയാൾ അശ്ലീല കമന്റ് ഇടുകയായിരുന്നു. പോക്സോ, IT ആക്ട്, സ്ത്രീകൾക്കെതിരെ അപകീർത്തി പരാമർശം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളത്ത് കടന്നലാക്രമണത്തിൽ 5 പേർക്ക് കുത്തേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഫീൽഡ് നഗർ സ്വദേശികളായ റോയ്, സുമൻ രാജ്, ധർമ്മപാലൻ തുടങ്ങിയ 5 പേർക്കാണ് കടന്നൽ കുത്തേറ്റത്. കടന്നലാക്രമണത്തിൽ സാരമായി പരിക്കേറ്റ റോയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങിലാണ് കൂറ്റൻ കടന്നൽ കൂടുള്ളത്. വാർഡ് കൌൺസിലർമാരായ ബീന രവി, സന്ദീപ് ചന്ദ്രൻ എന്നിവർ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് സംഘം രാജൻ പെരുമ്പിലാവ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇന്ന് വൈകിട്ടോടെ കടന്നൽ കൂടെ നീക്കം ചെയ്യാനാകുമെന്ന് രാജൻ പറഞ്ഞു. ഏരിയയിൽ വന്നിട്ട് കുറച്ച് പേർക്ക് കടന്നൽ കുത്തേറ്റിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഞാൻ ഈ സ്ഥലത്ത് സന്ദർശിക്കുകയും ഒരാൾക്ക് ഗുരുതരമായ അവസ്ഥയിൽ ആൾ ICUവിലുമാണ്. അപ്പോൾ സ്ഥലം ഒന്ന് സന്ദർശിച്ച് സംഗതി കണ്ടു. ഒന്ന് വൈകിട്ട് അത് റിമൂവ് ചെയ്യാന്നുള്ള ഇതിൽ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ കുന്നംകുളം കൗൺസിലർ ബീന രവി,
സോമേട്ടൻ, അങ്ങനെ 1-2 പേര് നമ്മളോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതൊന്ന് വൈകുന്നേരത്ത് നമ്മളത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കടങ്ങോട് വെള്ളത്തേരി ആദൂർ നീണ്ടൂർ പാടശേഖരത്തിലെ തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളി. വെള്ളം നിറഞ്ഞുകിടക്കുന്ന തോട്ടിലാണ് വൻതോതിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയത്. രൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നത്. വെള്ളത്തിന് നിറം വ്യത്യാസവും ഉണ്ടായിട്ടുണ്ട്. പ്രദേശവാസികൾ കാലികളെ കഴുകാനിറങ്ങുന്ന തോടാണിത്. മാലിന്യം കരാറെടുക്കുന്ന മാഫിയ സംഘമാണ് ഇതിന് പിറകിലെന്നും പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് നിത്യസംഭവമാണെന്നും നാട്ടുകാർ പറയും. പ്രശസ്ത പാചക വിദഗ്ധൻ തൃശൂർ സ്വദേശി കണ്ണൻ സ്വാമി എന്ന വെളപ്പായ കണ്ണൻ അന്തരിച്ചു. 52 വയസ്സായിരുന്നു. പാചക രംഗത്ത് വേറിട്ട വ്യക്തിത്വമായിരുന്നു കണ്ണൻ സ്വാമി. ഓണത്തിന് കണ്ണൻ സ്വാമി തയ്യാറാക്കുന്ന രുചി വൈവിധ്യങ്ങളുടെ സദ്യയ്ക്ക് വൻ ഡിമാൻഡായിരുന്നു. പാരമ്പര്യ മൂല്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ച് പാചക കലയെ തന്റേതായ വ്യക്തിത്വം സൃഷ്ടിച്ച വ്യക്തിത്വമായിരുന്നു. സ്കൂൾ കലോത്സവങ്ങളിലും സദ്യ ഒരുക്കിയിട്ടുണ്ട്. 2006, 2008, 2009 വർഷങ്ങളിൽ CBSE കലോത്സവത്തിന് ഭക്ഷണമൊരുക്കിയത് കണ്ണൻ സ്വാമിയുടെ നേതൃത്വത്തിലായിരുന്നു. ക്ഷേത്ര ആഘോഷങ്ങൾക്കും ഒല്ലൂർ പള്ളി പെരുന്നാളിനും ആയിരങ്ങൾക്ക് സദ്യ ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ കോട്ടപ്പുറത്ത് കൃഷ്ണ കാറ്ററിംഗ് എന്ന പേരിൽ കാറ്ററിംഗ് സ്ഥാപനം നടത്തിയിരുന്നു. പാലട കണ്ണൻ എന്ന പേരിലും കണ്ണൻ സ്വാമി അറിയപ്പെട്ടിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9 നടക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാനത്തെ കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തി. കാർഷിക രംഗത്തെ പ്രശ്നങ്ങളെ മുൻനിർത്തി നടത്തിയ ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്ന് കർഷക സംഘടനാ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കാർഷിക വളങ്ങളുടെ ലഭ്യത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ചർച്ചയിൽ പ്രധാനമായും സംഘടനാ പ്രതിനിധികൾ ഉന്നയിച്ചത്. ജനിതക മാറ്റം വരുത്തിയ വിളകൾ ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രശ്നങ്ങളും കർഷകർ ചർച്ചയിൽ സൂചിപ്പിച്ചു. കർഷകനും ചലച്ചിത്ര സംവിധായകനുമായ സത്യൻ അന്തിക്കാടിന്റെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ചർച്ചയ്ക്ക് ശേഷം കർഷക പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. തുടർന്ന് വിയൂർ സ്വദേശികളായ സുധീഷ്, ശരണ്യ ദമ്പതികൾ PMAY പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം സുരേഷ് ഗോപി നിർവഹിച്ചു. പുതിയ ബുള്ളറ്റിന്റെ തകരാർ പരിഹരിക്കാതെ വന്നപ്പോൾ കോടതി വഴി നീതി ലഭ്യമാക്കി ജോയ്. 10 വർഷം കേസ് നടത്തിയാണ് ജോയ്ക്ക് നീതി ലഭിച്ചത്. പുതുതായി വാങ്ങിയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് തകരാറിലായപ്പോൾ 10 വർഷം ഷെഡിൽ നിർത്തി കേസ് നടത്തിയാണ് ജോയ് അനുകൂല വിധി നേടിയത്. 2014 ഒക്ടോബറിൽ വാങ്ങിയ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ തകരാർ കണ്ടെത്തിയിരുന്നു. ഓടിച്ചു വരുമ്പോൾ തന്നെ വണ്ടിക്ക് വൈബ്രേഷൻ അനുഭവപ്പെട്ടിരുന്നു. ഇക്കാര്യം പരാതിയായി ഉന്നയിച്ചപ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടിയാൽ ശരിയാകുമെന്ന് വിശ്വസിപ്പിച്ചു. തുടർന്ന് 1600 കിലോമീറ്ററോളം ഓടിച്ച ശേഷവും തകരാർ പരിഹരിക്കാതെ വന്നപ്പോഴാണ് ജോയ് മാതിരപ്പള്ളി രേഖകൾ സഹിതം തൃശൂർ ഉപഭോക്തൃ ഫോറത്തെ സമീപിച്ചത്. 10 വർഷത്തിന് ശേഷമാണ് CT സാബു പ്രസിഡന്റായ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ പരാതിക്കാരന് അനുകൂലമായ വിധി പറഞ്ഞത്. വണ്ടിയുടെ വിലയും നഷ്ടപരിഹാരവും ചെലവും സഹിതം 2,50,000 രൂപ നൽകാനാണ് വിധിയുണ്ടായത്. വണ്ടി എടുക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ വണ്ടി ഭയങ്കര വൈബ്രേഷനാണ്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ ഷോറൂമിൽ വെച്ച് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം ഓടിച്ച് കഴിയുമ്പോൾ എൻജിൻ സീറ്റിംഗ് ആകുമ്പോൾ ശരിയാവുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളന്ന് ഉപഭോക്തൃ കേസ് കൊടുത്തു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോടതി വിധിയായി. വണ്ടിയുടെ വിലയും 50,000 നഷ്ടപരിഹാരം, 25,000 കേസിൻ്റെ, പിന്നെ 9% ഇൻട്രസ്റ്റും, 10 കൊല്ലത്തെ 9% ഇൻട്രസ്റ്റ്. അനുകൂല വിധിയുണ്ടായതോടെ ജോയ് തന്റെ ഇഷ്ടവാഹനമായ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 500 ഷെഡിൽ നിന്ന് ഇറക്കി വെച്ചു. കമ്പനി വാഹനം തിരിച്ചെടുത്ത് പണം നൽകുമെന്നാണ് ജോയ് മാതിരപ്പള്ളി പ്രതീക്ഷിക്കുന്നത്. TCV ന്യൂസ്, മാള. 3 ദിവസം നീളുന്ന ചാലക്കുടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടകരയിൽ തുടക്കമായി. ബെന്നി ബഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടി ശ്രീഷ്മ ചന്ദ്രൻ, വേലു പഞ്ചായത്ത് പ്രസിഡന്റ് MS ബീന, ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ നാട് എന്നുള്ളൊരു പ്രത്യേക ഫീലിങ്ങും ഒട്ടേറെ ആളുകളുടെ കേരളത്തിൽ മാത്രം ദിവസമായി എല്ലാ ബഹുമാനരായ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് +2 പ്രിൻസിപ്പൽ ശിവദാസൻ, ശ്രീമതി നമ്മുടെ നാടിന് അസറ്റ്. പിന്നീട് കേരളത്തിൻ്റെ മറ്റൊരു സവിശേഷത ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ നാട് എന്നുള്ളൊരു പ്രത്യേക ഫീലിങ്ങും ഒട്ടേറെ ആളുകളുടെ കേരളത്തിൽ മാത്രം
കൊടുങ്ങല്ലൂർ മേത്തലപ്പാടം ശ്രീ അയ്യപ്പ ഭജന സമിതിയുടെ 50ാമത് ദേശവിളക്ക് മഹോത്സവവും സുവർണ ജൂബിലി ആഘോഷവും നാളെ മുതൽ 23 വരെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സുവർണ ജൂബിലി മഹാസമ്മേളനം ശബരിമല മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് ടി.കെ. സുധി, സെക്രട്ടറി എം.ഡി. അശോക് കുമാർ, ചെയർമാൻ ടി.വി. ഷൺമുഖൻ, ലക്ഷ്മണൻ, സായൂജ് ഈശ്വരമംഗലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പാവറട്ടി പഞ്ചായത്ത് 8ാം വാർഡിലെ ചുക്കു ബസാർ പെരിങ്ങാട് തീരദേശ മേഖലയിൽ ഉപ്പുവെള്ളം കയറി. ശക്തിയേറിയ വേലിയേറ്റത്തിൽ പുഴയോരത്തെ താഴ്ന്ന പ്രദേശത്തുകൂടി കയറിയ വെള്ളം പാടങ്ങളിലൂടെയും തോടുകളിലൂടെയും ഒഴുകി കൃഷിയിടങ്ങളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും പരക്കുകയാണ്. വേലിയിറക്ക സമയത്ത് തിരിച്ച് ഒഴുക്കിവിടാൻ കെട്ടിയ ചീപ്പുകളുടെ ഷട്ടറുകൾ ഊരിമാറ്റിയിരിക്കുകയാണ്. പുഴയോരങ്ങൾ ബണ്ട് കെട്ടി ഉയർത്തി ഉപ്പുവെള്ളം കടക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകി. ജനപ്രതിനിധികളും പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ചെളിയും മണ്ണും നീക്കം ചെയ്ത് പുഴ ആഴം കൂട്ടലാണ് ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള പരിഹാരമെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒ.ജെ. ഷാജൻ പറഞ്ഞു. കൃത്യമായും ഈ പുഴയിലെ ചെളി കോരി മാറ്റാതെ പുഴയുടെ സ്വാഭാവികമായ ആഴം നിലനിർത്താൻ കഴിയുന്ന നടപടി ചെയ്യാതെ ഈ ഉപ്പുവെള്ള കയറ്റത്തിന് ഒരു പരിഹാരമാവുകയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ ഈ മേഖല സംരക്ഷിത വനമേഖലയായി കരട് വിജ്ഞാപനം വന്നതിനാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. താൽക്കാലിക വളയംബണ്ട് മഴക്കാലത്ത് പൊളിക്കുന്നതോടെ ഒഴുകിയെത്തുന്ന മണ്ണ് ഇടിയഞ്ചിറ റെഗുലേറ്റർ കടന്ന് പുഴയിലെത്തി അടിഞ്ഞുകൂടുകയാണ്. 2018 പ്രളയത്തിൽ വൻതോതിൽ ഒഴുകിയെത്തിയ ചെളിയും മണ്ണും കൂടി ആയതോടെ പുഴ നികന്ന നിലയിലാണ്. മഴവെള്ളം സംഭരിക്കുന്നതിനോ വേലിയേറ്റ സമയത്തുണ്ടാകുന്ന ഉപ്പുവെള്ളം കരയിൽ കയറാതെ സംഭരിക്കുന്നതിനോ ഉള്ള ശേഷി ഇപ്പോൾ പുഴയ്ക്കില്ല. TC വിനോസ്, പാവറട്ടി. വാറണ്ടി കാലയളവിൽ സർവീസ് ചാർജ് ഈടാക്കിയതിനും സേവനങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിനും ലാപ്ടോപ്പ് വ്യാപാരിയെയും സർവീസ് സെന്ററിനെയും ശിക്ഷിച്ച് തൃശൂർ ഉപഭോക്തൃ കോടതി. നിയമ വിദ്യാർത്ഥിനിയിൽ നിന്ന് ലാപ്ടോപ്പിന് വാറണ്ടി കാലയളവിലുണ്ടായ തകരാർ പരിഹരിക്കാൻ സർവീസ് ചാർജായി 850 രൂപ ഈടാക്കിയതിനും സർവീസ് സെന്ററിന്റെ സേവനം നൽകുന്നതിൽ അലംഭാവം കാണിച്ചതിനുമാണ് ഇരു സ്ഥാപനങ്ങൾക്കും നഷ്ടപരിഹാരം നൽകാൻ കൺസ്യൂമർ കോടതി ഉത്തരവിട്ടത്. തൃശൂർ HP വേൾഡ് ഫിയോണിക് സിസ്റ്റംസ് എന്ന ലാപ്ടോപ്പ് വ്യാപാരിക്കും ലാപ്ടോപ്പ് ക്ലിനിക് എന്ന സേവനദാതാവിനും എതിരെയാണ് വിധി. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് A.D. ബെന്നി കോടതിയിൽ ഹാജരായി. ഒരെഴുത്തുകാരന്റെ 31 മലയാള പുസ്തകങ്ങൾ ഒരേ സമയം 31 സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ പ്രകാശനം ചെയ്യുന്ന അപൂർവ ചടങ്ങിന് തൃശൂർ പ്രസ് ക്ലബ്ബ് MR നായർ ഹാൾ വേദിയായി. തൃശൂർ സാംസ്കാരിക അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ശബദ് എന്ന തൂലികാ നാമത്തിൽ എഴുതുന്ന ശങ്കര പണിക്കർ തുളസീദാസിന്റെ 31 പുസ്തകങ്ങൾ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തത്. പുതിയ ആശയം സ്വീകരിക്കാനുള്ള കഴിവില്ലാതെ ഒരു സമൂഹം വളരുമ്പോഴാണ് ആ സമൂഹം യാഥാസ്ഥിതികമാകുന്നതെന്ന് പ്രകാശന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എഴുത്തുകാരൻ വൈശാഖൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായാലും മതപ്രത്യയശാസ്ത്രമായാലും കാലാനുസൃതമായി സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. അതേസമയം വിശുദ്ധമായ അതൃപ്തിയിൽ നിന്ന് ആരംഭിക്കുന്ന സർഗാത്മക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കുമെന്നും വൈശാഖൻ പറഞ്ഞു. 11 നോവലുകൾ, 14 കഥാസമാഹാരങ്ങൾ, 2 കുറ്റാന്വേഷണ കഥാസമാഹാരങ്ങൾ, 1 നാടകം, 3 ആത്മഭാഷണങ്ങളുടെ ശേഖരം എന്നിവയാണ് പ്രകാശനം ചെയ്തത്. കഥാകൃത്ത് VR സുധീഷ്, അഡ്വക്കേറ്റ് A.D. ബെന്നി, മുതിർന്ന മാധ്യമ പ്രവർത്തകരായ മോഹൻദാസ് പാറപ്പുറത്ത്, രാജൻ എലവത്തൂർ, ഗ്രന്ഥകാരൻ ശബൻ തുടങ്ങിയവർ സംസാരിച്ചു. ആ കച്ചവടക്കാരന്റെ പകർപ്പ് നമുക്ക് എഗ്രിമെന്റ് ഉണ്ടല്ലോ, ആ എഗ്രിമെന്റ് വായിച്ചാൽ ലോകത്തിലെങ്കിലും. കയ്പമംഗലത്ത് നടക്കുന്ന CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കാളമുറിയിൽ നടന്ന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K വിശ്വംഭരൻ, TV സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി തോന്നലൂരിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിയെ എറണാകുളത്ത് നിന്ന് കണ്ടെത്തി. കഴിഞ്ഞ 14-നാണ് വിദ്യാർത്ഥിയെ കാണാതായത്. എറണാകുളത്തെ ഹോട്ടലിൽ ജോലി അന്വേഷിച്ചെത്തിയപ്പോൾ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കിയ ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു.
ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. കോൺഗ്രസിലെ ലീന ഡേവിസ് രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ ഉപാധ്യക്ഷയെ തെരഞ്ഞെടുക്കുന്നത്. കോൺഗ്രസിലെ തന്നെ എ വിഭാഗത്തിലെ വനജ ദിവാകരനായിരിക്കും ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. CPM-ലെ സിദ്ധു രവിയെ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയാക്കും. UDF-ന് 8ഉം LDF-ന് 5ഉം അംഗങ്ങളാണ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലുള്ളത്. തുടർച്ചയായി 5 വർഷവും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഐ ഗ്രൂപ്പിലെ ലീന ഡേവിസിനെയായിരുന്നു DCC നേതൃത്വം അംഗീകരിച്ചിരുന്നത്. എന്നാൽ വാക്കാൽ ധാരണയുണ്ടെന്ന് അവകാശപ്പെട്ട് വികസനകാര്യ സമിതി ചെയർമാൻ PK ജേക്കബ് രംഗത്ത് വരികയും വനജ ദിവാകരനെ ഉപാധ്യക്ഷയാക്കണമെന്ന് ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയുമായിരുന്നു. ഒടുവിൽ DCC പ്രസിഡന്റ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. തിരഞ്ഞെടുപ്പിൽ ജില്ലാ സിവിൽ സപ്ലൈ ഓഫീസർ സിറാജുദ്ദീൻ ആയിരിക്കും വരണാധികാരി. കടവല്ലൂർ കോട്ടോൽ കുന്നിൽ നിന്ന് മണ്ണെടുക്കാനുള്ള ശ്രമത്തിനെതിരെ കടുത്ത പ്രതിഷേധം. ദേശീയപാത വികസനത്തിന്റെ മറവിൽ കോട്ടോൽ കുന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് കുന്നിന് മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ പ്രതിഷേധിച്ചു. മണ്ണുമാന്തി യന്ത്രം കയറിയതോടെ കുന്നിലേക്ക് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് തകരുകയും കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തകരാറിലാവുകയും ചെയ്തു. പട്ടികജാതിയിൽപ്പെട്ട 12 കുടുംബങ്ങളാണ് കോട്ടോൽ കുന്നിന് മുകളിൽ താമസിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ കുന്നിലേക്കെത്തി. ദേശീയപാത വികസനത്തിന് കോട്ടോൽ കുന്നിൽ നിന്ന് മണ്ണെടുക്കുന്നതിന് ജിയോളജി വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഇതിന് പഞ്ചായത്തിന് അനുമതി ആവശ്യമില്ലെന്നാണ് വാദം. മണ്ണെടുപ്പ് കുന്നിന്റെ നാശത്തിന് വഴിയൊരുക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കുന്നിൻ മുകളിലും താഴെയുമായി 30ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കാലപ്പഴക്കത്തിൽ ക്ഷയിച്ച വീടുകളിലാണ് ഇവരുടെ താമസം. മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാർ പെൻഷൻ അനുവദിക്കണമെന്ന് സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള ആവശ്യപ്പെട്ടു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ 12ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 22, 23, 24 തീയതികളായി സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് സംഘടിപ്പിക്കുന്ന വാർത്താ ചിത്ര പ്രദർശനം പത്മശ്രീ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന മാധ്യമ സെമിനാർ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉച്ചതിരിഞ്ഞ് നടക്കുന്ന സമാപന സമ്മേളനം മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 300ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വാഗത സംഘം ചെയർമാൻ മേയർ MK വർഗീസ്, ജനറൽ കൺവീനർ N ശ്രീകുമാർ, മറ്റ് ഭാരവാഹികളായ A മാധവൻ, KP വിജയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മദിനം ആചരിച്ചു. വടക്കാഞ്ചേരി DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ഷാഹിദ, PJ രാജു, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TV സണ്ണി, ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശി മംഗലം എന്നിവർ സംസാരിച്ചു. തൃശൂർ പുത്തൻപള്ളി പരിശുദ്ധ വ്യാകുല മാതാവിന്റെ ബസിലിക്ക തീർത്ഥ കേന്ദ്രത്തിലെ 99ാം പ്രതിഷ്ഠാ തിരുനാൾ ഈ മാസം 22, 23, 24, 25 തീയതികളായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 21-ന് തിരുനാൾ പ്രസിദ്ധേന്തി വാഴിക്കലും വൈകിട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടക്കും. 22-ന് അതിരൂപത സഹായമെത്രാൻ ടോണി നീലങ്കാവിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൂട് തുറക്കൽ ചടങ്ങ് നടക്കും. 23-ന് രാത്രി ഇടവകയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള എഴുന്നള്ളിപ്പുകൾ പള്ളിയിലെത്തി സമാപിക്കും. തിരുനാൾ ദിനമായ 24-ന് രാവിലെ നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പോൾ പൂവത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് ബസിലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് ജപമാല പ്രദക്ഷിണവും കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് ബസിലിക്കയിലേക്ക് വ്യാകുലം എഴുന്നള്ളിപ്പും നടക്കും. തിങ്കളാഴ്ച രാത്രി സൗഹാർദ്ദ ബാൻഡ് വാദ്യ മത്സരത്തിന് ശേഷമുള്ള ഫാൻസി വർണ്ണമഴയോടെ തിരുനാൾ ചടങ്ങുകൾ സമാപിക്കും. വികാരി ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ജനറൽ കൺവീനർ പോൾസൺ ആലപ്പാട്ട്, കൈക്കാരൻ ജോണി കുറ്റിച്ചാക്കോ, പബ്ലിസിറ്റി കൺവീനർ CJ പോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓർമ്മകളെ പുസ്തകമാക്കി ലൈബ്രറിയൻ ബിന്ദു T. ദാമോദരൻ സ്മൃതി പഥങ്ങൾ പ്രകാശനം ചെയ്തു. കുരുവിലശ്ശേരി ഗ്രാമീണ വായനശാലയിലെ
ലൈബ്രറിയനായ ഇവർ ജീവിതാനുഭവങ്ങളെ കോർത്തിണക്കിയാണ് പുസ്തകം എഴുതിയത്. ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായ ജീവിതാനുഭവങ്ങളാണ് സ്മൃതിപഥത്തിലുള്ളത്. കുരുവലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് പി.കെ. രത്നാകരൻ അധ്യക്ഷനായി. സംഗീത സംവിധായകൻ അനിൽ മാള പുസ്തകം പ്രകാശനം നിർവഹിച്ചു. കവി പി.കെ. ഗണേഷ് ഏറ്റുവാങ്ങി. എം.പി. കുട്ടൻ പുസ്തകം പരിചയപ്പെടുത്തി. ലൈബ്രറി കൌൺസിൽ താലൂക്ക് പ്രസിഡന്റ് ഐ. ബാലഗോപാൽ, വായനശാല സെക്രട്ടറി പി.കെ. രാധാകൃഷ്ണൻ, നാടൻ പാട്ട് കലാകാരൻ അനു പുതിയടത്ത്, കവി MC പോൾ, മാധ്യമപ്രവർത്തകൻ E.P. രാജീവ്, വാർഡ് മെമ്പർമാരായ സിനി ബെന്നി, അമ്പിളി സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന. ജയിൽ ചപ്പാത്തിയുടെ വില വർദ്ധിപ്പിച്ചു. ഒരു ചപ്പാത്തിക്ക് 2 രൂപയാണ് നിലവിലെ വില. വ്യാഴാഴ്ച മുതൽ ഇത് 3 രൂപയാകും. 10 എണ്ണമുള്ള ഒരു പാക്കറ്റ് ചപ്പാത്തിക്ക് 20 നിന്ന് 30 രൂപയായി ഉയർന്നു. 10 വർഷത്തിനുള്ളിൽ ആട്ടമാവിന് കിലോവിന് 25%, പാം ഓയിലിന് 55% വില വർദ്ധിച്ചതായി ജയിൽ വകുപ്പിന്റെ കണക്കുകളിൽ പറയുന്നു. പഴഞ്ഞ അരുവായി ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 5 ദിവസമായി നടന്നുവന്നിരുന്ന പരിഹാരക്രിയകൾ കലശാഭിഷേകത്തോടെ സമാപിച്ചു. പ്രായശ്ചിത്ത കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ആലങ്കോട് കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വേണാട് ശിവപ്രസാദ് നമ്പൂതിരി, ഭരണസമിതി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി P.K. രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള ഹൈക്കോടതി പദ്ധതിയായ സംവാദ ചാവക്കാട് കോടതിയുടെ നേതൃത്വത്തിൽ നടന്നു. 8ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കോടതികളുടെ പ്രവർത്തനത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയും സംയുക്തമായി നടത്തുന്ന പദ്ധതിയാണിത്. സ്പെഷ്യൽ ജില്ലാ പോക്സോ ജഡ്ജി അന്യാസ്തയിൽ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോകൻ തേർലി അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് മജിസ്ട്രേറ്റ് സാരിക സത്യൻ, മുൻസിഫ് ഡോക്ടർ അശ്വതി അശോക്, അഭിഭാഷകരായ അക്തർ അഹമ്മദ്, സിജു മുട്ടത്ത്, സി സുഭാഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കരുമുത്ര 46ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാനുസ്മരണം നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ വിനോദ് മാടവന, NM വിനീഷ്, അൽഫോൺസ ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ ജില്ലാ സമ്മേളനം മുൻമന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് UP ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബിഫി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PH വിനീത, കേരള ബാങ്ക് വർക്കിംഗ് പ്രസിഡന്റ് രമേശ്, B. സ്വർണകുമാർ, CD. വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. NK അക്ബർ MLA കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ചാവക്കാട് AEO PM ജയശ്രീ, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൌക്കത്ത്, ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, പ്രധാന അധ്യാപിക ജൂലിയറ്റ് K. അപ്പുക്കുട്ടൻ, അധ്യാപക കൂട്ടായ്മ കൺവീനർ KK ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 20 വേദികളിലായി 313 ഇനം മത്സരങ്ങളാണ് നടക്കുന്നത്. ഉപജില്ലയിലെ 107 സ്കൂളുകളിൽ നിന്നായി 6470 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വിളംബരമായി നടന്ന ഘോഷയാത്ര വർണ്ണാഭമായി. പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര NK അക്ബർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും പങ്കാളികളായി. ഘോഷയാത്ര കലോത്സവ വേദിയായ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, ജനറൽ കൺവീനർ TM ലത, പബ്ലിസിറ്റി കൺവീനർ ഷാജി നീഴൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 560 രൂപ വർദ്ധിച്ച് 56,520 രൂപയായി. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 7,065 രൂപയായി. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഏകദേശം 3,500 രൂപ കുറഞ്ഞ ശേഷമാണ് സ്വർണ്ണവില തിരിച്ചു കയറുന്നത്. 2 ദിവസത്തിനിടെ 1,000-ലധികം രൂപയാണ് വർദ്ധിച്ചത്. സഹസ്ര കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളായി തൃശൂർ റീജിയണൽ തിയേറ്ററിൽ കഥക് കലോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30-ലേറെ പ്രശസ്ത കഥക് കലാകാരന്മാരും പുരസ്കാര ജേതാക്കളും സെലിബ്രിറ്റികളും ഉൾപ്പെടെ 100-ലേറെ പേർ പങ്കെടുക്കും. ബുധനാഴ്ച വൈകിട്ട് മേയർ MK വർഗീസ് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കഥക് നർത്തകിയും കോറിയോഗ്രാഫറുമായ ശരണ്യ സഹസ്ര, രേഖ മിത്ര, ആയിഷ മിശ്ര, ഐശ്വര്യ രാജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC തൃശൂർ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ വ്യാഴാഴ്ച രാവിലെ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 11 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന ധർണ K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C ചന്ദ്രൻ, മറ്റ് ഭാരവാഹികളായ V പ്രഭാകരൻ, TS ഷെനിൽ, CG മോഹൻദാസ്, വത്സൻ മാളിയേക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തിരുത്തിയിൽ മണ്ഡലമാസത്തോടനുബന്ധിച്ച് ദേശവിളക്ക് മഹോത്സവം നടത്തി. പറയൻകടവ് പരിസരത്ത് നിന്നും ശാസ്താംപാട്ടിന്റെയും ചിന്തുപാട്ടിന്റെയും കോമരങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. കമ്മായി റോഡ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ദേശവിളക്ക് ആഘോഷിച്ചത്. ഗണപതി ഹോമം, ദീപാരാധന, ചിന്തുപാട്ട്, അന്നദാനം, ശാസ്താംപാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് എന്നിവയും ദേശവിളക്കിന്റെ ഭാഗമായി നടന്നു. ഭാരവാഹികളായ രാജേന്ദ്രൻ കോതളത്ത്, പ്രസാദ് നടുവിൽത്തറ, ശശി കാരയിൽ എന്നിവർ നേതൃത്വം നൽകി. വെങ്ങടങ്ങ് പഞ്ചായത്തിൽ സുഗന്ധവ്യഞ്ജന വിളകളുടെ കൃഷി വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി കുരുമുളക് തൈകൾ വിതരണം ചെയ്തു. വെങ്ങടങ്ങ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പൂർണിമ നിഖിൽ കുരുമുളക് തൈകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ മജീദ് അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ ജേക്കബ് ഷോമോൻ, ജനപ്രതിനിധികളായ സൗമ്യ സുഗു, സോമശേഖരൻ വെണ്ണേങ്കോട്ട്, കൃഷി അസിസ്റ്റന്റ് കെ എസ് മിനി തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം ആറാട്ടുകടവിൽ ചാളച്ചാകര. ആറാട്ടുകടവ് മുതൽ അറപ്പ വരെ ചാള കൂട്ടത്തോടെ കരക്കടിഞ്ഞത് സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ ചാള കിട്ടിയ പാത്രങ്ങളെല്ലാം വാരിക്കൂട്ടി. തൃശൂരിന്റെ തീരമേഖലകളിൽ തുടർച്ചയായി ചാളച്ചാകര എത്തുന്നുണ്ട്. അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട PV രാജുവിനെ ഒളരിക്കര കേരള നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി KG ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. NP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ഫാമിലി ക്ലബിന്റെ നേതൃത്വത്തിൽ അഖില കേരള ചിത്രരചനാ മത്സരം ശനിയാഴ്ച ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 7 വിഭാഗങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിലായാണ് മത്സരം. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രത്യേക സൗകര്യമൊരുക്കും. ശനിയാഴ്ച രാവിലെ 10 മുതൽ 12 വരെയായി നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ജനുവരിയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. മെട്രോ ലിങ്ക്സ് ഫാമിലി ക്ലബ്ബ് പ്രസിഡന്റ് P മുരളീധരൻ, ഗിരീഷ് C ഗീവർ, KB ഷൈജു, PD വാസുദേവൻ, ബാബു വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ പതാക ഉയർത്തി. MLA AC മൊയ്തീൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കലോത്സവത്തിൽ 6000-ഓളം കുട്ടികൾ പങ്കെടുക്കും. 21-ന് കലോത്സവം സമാപിക്കും. ഇതുപോലെ മുന്നോട്ട് പോകണം. ഞാൻ ജീവിച്ചൊരു കാലം എല്ലാവരും സഹോദരങ്ങളെ പോലെ ജീവിച്ചൊരു കാലമാണ്.
എൻ്റെ മക്കൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പേരക്കിടാങ്ങൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അത് സാധ്യമാകാൻ മനുഷ്യൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആ ചരിത്രത്തിലൊക്കെ മാള അന്നമനട ക്രിസ്തുരാജ ദേവാലയത്തിൽ വിശുദ്ധ ക്രിസ്തുരാജന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് നാളെ കൊടിയേറും. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞർ ജോളി വടക്കൻ കൊടിയേറ്റം നിർവഹിക്കും. ശനിയാഴ്ച അമ്പു തിരുനാൾ ആഘോഷിക്കും. SKSSF നാട്ടിക മേഖലാ സർഗലയം പാടാനപ്പള്ളി ദാറുൽ അമാൻ വിമൻസ് കോളേജിലും തെക്കേ മഹൽ ഗ്രൗണ്ടിലുമായി നടന്നു. മഹൽ മുഖ്യ രക്ഷാധികാരി സെയ്ദ് ജലാലുദ്ദീൻ തങ്ങൾ പതാക ഉയർത്തി 300ഓളം കലാപ്രതിഭകൾ 6 വേദികളായി മാറ്റുരച്ചു. വാടാനപ്പള്ളി ഉമർഖാളി യൂണിറ്റ് ഓവറോൾ കിരീടം സ്വന്തമാക്കി. പൊതുസമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM നിസാർ, ഫൈസൽ കിഴക്കേതിൽ, ഹാരിസ് ഫൈസി എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് മണലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം കാരമുക്കിൽ അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് PA ജോഷി ഉദ്ഘാടനം ചെയ്തു. മണലൂർ യൂണിറ്റ് പ്രസിഡന്റ് KG വാസുദേവൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹൻദാസ് ചക്കാമട്ടത്തിൽ, CS സംഗീത, KG പ്രേംലാൽ, CR സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. മോഹൻദാസ് ചക്കാമട്ടൽ സാറ് പറ്റിയാണ് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മദിനാചരണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. VK പ്രദീപ്, രാമൻ നമ്പൂതിരി, MB സജീവ്, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7040 രൂപ, പവന് 56,320 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3218 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ, തൃപ്രയാർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് പിൻവലിച്ചു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് പിൻവലിച്ചത്. എടത്തുരുത്തി ഏറാക്കലിൽ വീണ്ടും പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ഏങ്ങണ്ടിയൂർ മുതൽ SN പുരം വരെയുള്ള പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണ ശൃംഖലയിലെ 700 mm പ്രിമോ പൈപ്പ് ലൈനാണ് പൊട്ടിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് നിശബ്ദ പ്രചരണം, വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. സംസ്ഥാനത്ത് റേഷൻ കട ഉടമകൾ ഇന്ന് കടകളടച്ച് പ്രതിഷേധിക്കുന്നു. സർക്കാർ കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.